Thank you. Please be seated. എല്ലാവർക്കും ഇരിക്കാം. Thank you, Pastor R. Abraham, to have that kind of a warm welcome and introduction is amazing. ഇങ്ങനെ ഒരു സ്വാഗതവും നല്ല ഒരു ആമുഖവും മുഖവരയും എന്നെക്കുറിച്ച് പറഞ്ഞതിലും സ്വീകരിച്ചതിലും ഒത്തിരി സന്തോഷമുണ്ട്. When he invited me, and I also got to know that this is in some ways a celebration of 50 years of God's faithfulness in his life. As 50 years this year he completes in the work of the Lord and in the ministry. I thought it was profound to be here and honor the servant of God. Thank you. 50 years of serving God faithfully all around the world and honoring his mighty kingdom. ഈ സെലിബ്രേഷൻ ഓഫ് ഹോപ്പിലേക്ക് കർത്താവിന്റെ ദാസൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആർ എബ്രഹാമിന്റെ ജീവിതത്തിലെ ശുശ്രൂഷയിലെ 50ാമത്തെ വർഷത്തെ ഒരു ആഘോഷം കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ ആയിരിക്കുന്നതിലും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. My special joy to be with my dear servants of God on the platform. What a joy to be with. ഇവിടെ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിന്റെ ദാസന്മാരുമൊത്ത് വേദി പങ്കിടുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. We are living in days where God is at work in a very unusual manner. അസാധാരണമായ രീതിയിൽ ദൈവപ്രവൃത്തികൾ കാണുന്ന ദൈവം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. My father, Reverend Dr. M.A. Verghese, is the senior pastor of the church, and he has great respect and love for Pastor R. Abraham, and they are praying for this meeting, and I want to express their love and joy to all of you. എൻ്റെ പിതാവ് പാസ്റ്റർ ഡോക്ടർ M.A. വർഗീസ് ഞങ്ങളുടെ സഭയിലെ സീനിയർ ശുശ്രൂഷകനാണ്. പാസ്റ്റർ ആർ എബ്രഹാമിന്റെ ഒരു അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹത്തോടുള്ള അഭിനന്ദനങ്ങളും ഗ്രീറ്റിംഗ്സും ഈ സമയത്ത് അറിയിക്കുകയാണ്. We are so glad that Reverend Young Lee is here from South Korea, and God is using him to minister to us in a profound manner. യങ് ലീ സൗത്ത് കൊറിയയിൽ നിന്ന് നമുക്കിടയിൽ ശുശ്രൂഷിക്കാനായിട്ട് ഉള്ളതുകൊണ്ടും ഈ കൂട്ടത്തോട് അദ്ദേഹത്തെ കർത്താവ് ഉപയോഗിക്കുന്നതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. When the Indian churches pray, God will build the Indian churches. ഇന്ത്യൻ സഭകൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യൻ സഭകളെ ദൈവം പണിയാനായിട്ടിടയായി തീരും. Our God will build the Indian churches. നമ്മുടെ ദൈവം ഭാരതത്തിലെ സഭകളെ പണിയുന്ന ദൈവമാണ്. It is not by might, it is not by power, it is by my spirit, saith the Lord. സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ എന്ന് പറയുന്നു. I believe that the power of God is going to touch our nation as God's people get on their knees in prayer. ദൈവ മക്കൾ മുട്ടുകൾ മടക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ദേശത്തെ സ്പർശിക്കാൻ പോവുകയാണ്. Whenever God brings his servants together, it is the sign of a revival that is to come. ദൈവം ദൈവദാസന്മാരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അത് ഒരു ഉണർവിന്റെ അടയാളമാണ്. God has always brought his children together before he could send a revival in any area. ഈ ലോകത്തിലെ ഏതു സ്ഥലത്തേക്കും ദൈവത്തിന്റെ ഉണർവ് അയക്കുന്നതിന് മുമ്പ് ദൈവജനത്തെ ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. I believe that this meeting celebration of hope is an handpicked baton of God to show forth a revival that will engulf from Kanyakumari to Kashmir, wash this nation by the blood of Jesus. ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ദൈവവചനത്താലും ആത്മാവിനാലും പിടിക്കപ്പെടുന്ന ഒരു ശക്തമായ ഉണർവിന്റെ അടയാളമായി ആരംഭമായി ഈ സെലിബ്രേഷൻ ഓഫ് ഹോപ്പിനെ ദൈവം ഉപയോഗിക്കുക. God is raising a Joshua generation that will inherit the land. ഒരു യോശുവ തലമുറയെ ദേശത്തെ പിടിച്ചടക്കുന്നതിന് വേണ്ടി കർത്താവ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. Nobody can stop you, my brother. എൻ്റെ സഹോദര, നിങ്ങളെ ആർക്കും തടുക്കുവാനായിട്ട് കഴിയുകയില്ല. Nobody can stop you, my sister. എൻ്റെ സഹോദരി, നിങ്ങളെ ആർക്കും തടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. Your walls of Jericho will come tumbling down in the name of നിങ്ങളുടെ Jesus. മുമ്പിലുള്ള ജെറിക്കോ മതിലുകൾ താഴെ വീഴുവാനിടയായി തീരും. Your feet will touch and tear into two those mighty river of Jordan. നിങ്ങളുടെ കാലുകൾ ജോർദാനിൽ പതിക്കുമ്പോൾ ആ ജോർദാൻ വിഭാഗിക്കപ്പെടുവാനിടയായി തീരും. Wherever God raises people to pray, heavens will open above that place. എവിടെയൊക്കെ ദൈവജനത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം സ്വർഗ്ഗം തുറന്നിട്ടുണ്ട്. Come on, somebody give the Lord a mighty hand of praise. ദൈവത്തിന് ഉറക്കെ 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 സ്തുതികർപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, Hallelujah! ഹല്ലേലൂയ.
If the first trumpet of God is to call together the camp of Israel, there is a second trumpet that will blow to march Israel forward. ദൈവത്തിന്റെ കാഹളം, ഒന്നാമത്തെ കാഹളം ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരുവാനാണെങ്കിൽ അടുത്ത കാഹളം ജനത്തെ മുന്നോട്ട് നയിക്കുവാനാണ്. എവിടെയൊക്കെ ദൈവത്തിന് കാഹളം ഊതി ജനത്തെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ടോ അവിടെയൊക്കെ അടുത്ത കാഹളം ഊതിയിട്ടുണ്ട്. Yes. Hallelujah. I feel the preaching thing coming on me. Praise the Lord. God is raising up a remnant for his glory. ദൈവത്തിന് വേണ്ടി ഒരു ശേഷിപ്പിനെ ദൈവം ഒരുക്കിയെടുക്കുകയാണ്. What God did in South Korea, God can do in South India and in North India. ദൈവം സൗത്ത് കൊറിയയിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതേപോലെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ചെയ്യാൻ ദൈവത്തിന് Our കഴിയും. churches will grow from hundreds into 10,000. നമ്മുടെ സഭകൾ 100-ൽ നിന്ന് ആയിരങ്ങളിലേക്ക് മാറ്റപ്പെടും. 10,000-ങ്ങളിലേക്ക് മാറ്റപ്പെടും. Our God is a big God. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. His name is El Shaddai. Nothing is impossible with him. എന്ന നാമമുള്ളവനാണ്. Hallelujah. Hallelujah. We are not cheap reporters of a dead God's funeral. We are the living witnesses of a resurrected Savior. മരിച്ച ദൈവത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു ദൈവത്തെ സാക്ഷീകരിക്കുന്ന ഒരു സമൂഹമാണ്. We don't worship the memories of a dead God. We worship the presence of a living God. മരിച്ച ദൈവത്തിന്റെ ഓർമ്മകളെ ആരാധിക്കുന്ന സമൂഹമല്ല, ജീവിക്കുന്ന ദൈവത്തിനെ സാക്ഷിക്കുന്ന ആരാധിക്കുന്ന ദൈവ സമൂഹമാണ്. He is the King of Kings. അവൻ രാജാതി രാജാവാണ്. Lord of Lords. അവൻ കർത്താതി കർത്താവാണ്. The name above every other name. സകല നാമത്തിനും മേലായ നാമമാണ്. Hallelujah. Hallelujah. Uraba shakaba mahaturaba sikirianta. God is raising up a generation. ഒരു തലമുറയെ ദൈവം ഒരുക്കുകയാണ്. Hallelujah. Hallelujah. You want to clap your hands, you want to dance, you want to sit down, you want to jump. I leave that to you. But catch a vision that when you pray, heaven will open above you. നിങ്ങൾക്ക് കൈയടിക്കണമോ ഇരിക്കണമോ എഴുന്നേൽക്കണമോ ഡാൻസ് ചെയ്യണമോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. പക്ഷേ ഒന്നറിയാം, ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗം നിങ്ങളുടെ മേലിൽ തുറക്കും. Fire of Pentecost must burn in every life. പെന്തക്കോസ്തിന്റെ തീ നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കുവാനിടയായി തീരും. Hallelujah. Hallelujah. If you are not offended, please be seated. I want to preach a few things. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവ സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ എൻ്റെ പക്കലുണ്ട്. When God pours his anointing, ദൈവത്തിന്റെ അഭിഷേകം ദൈവം ഒഴിക്കുമ്പോൾ you cannot limit God. നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ പരിമിതപ്പെടുത്തുവാൻ കഴിയുകയില്ല. Our God is beyond limits. നമ്മുടെ ദൈവം ലിമിറ്റിലെ അപ്പുറമാണ്, വിശാലമാണ്, വലിയവനാണ്. നമ്മുടെ ദൈവം മാനുഷിക പരിമിതികളുടെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവം. മനുഷ്യ പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is bigger than our denominations. നമ്മുടെ ഡിനോമിനേഷനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. Our God is bigger than what we can imagine. നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാൻ കഴിയുന്നതിനപ്പുറത്ത് ഉള്ളവനാണ്, വലിയവനാണ് നമ്മുടെ ദൈവം. Hallelujah. 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 Daniel was a very prayerful man. ദാനിയേൽ ഒരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു. We must be prayerful people. നമ്മൾ പ്രാർത്ഥിക്കുന്ന ജനമായിരിക്കണം. Daniel's story is a sad story in the beginning. ആദ്യം ദാനിയേലിന്റെ കഥയിലെ ആദ്യത്തെ ഭാഗം വേദനാജനകമായ ശോകപൂർവമായ ഒരു കഥയാണ്. He went through pain. വേദനയിലൂടെ കടന്നുപോയി. His parents were murdered by the Babylonians. പിതാക്കന്മാർ ബാബിലോണിയരാൽ വധിക്കപ്പെട്ടു. His temple was destroyed, the temple of God, and they stripped off the gold and the silver and brought it to Babylon. ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുവരപ്പെട്ടു. Along with that, this little boy Daniel was dragged across the deserts of Negev and sold as a slave in the Chaldean market. അതിനോടൊപ്പം ബാബിലോണിലേക്ക് ഒരു ബാലകനായ ദാനിയേലിനെ മരുഭൂമി കടന്നു കൊണ്ടുവരികയും ദാനിയേൽ വിൽക്കപ്പെടുകയും ചെയ്യുകയാണ്. The Bible says, ബൈബിൾ പറയുന്നു,
but he prayed. അവൻ പ്രാർത്ഥിച്ചു. When you pray, your future will change. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭാവിക്ക് മാറ്റം വരികയാണ്. Prayer may not change your past, but prayer will make your future completely different from whatever your past may have been. പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ പഴയ കാലത്തെ മാറ്റാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഭാവിയെ സ്പർശിക്കാൻ, ഭാവിയെ തൊടാൻ, ഭാവിയെ മാറ്റാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. Hallelujah. Hallelujah. Daniel prayed every day at least 3 times. 3 തവണ എല്ലാ ദിവസവും ദാനിയേൽ പ്രാർത്ഥിച്ചു. He knelt down and opened the windows towards Jerusalem and prayed every day. മുട്ടുകുത്തി യെരൂശലേമിലേക്ക് വാതിലുകൾ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. And the Bible says, ബൈബിൾ പറയുന്നു, God kept raising Daniel. ദാനിയേലിനെ ദൈവം ഉയർത്തിക്കൊണ്ടേയിരുന്നു. A prayerful family is a rising family. പ്രാർത്ഥിക്കുന്ന കുടുംബം ഉയരുന്ന കുടുംബമാണ്. A praying church is a rising church. പ്രാർത്ഥിക്കുന്ന ദൈവസഭ വളരുന്ന ഉയരുന്ന ദൈവസഭയാണ്. A praying pastor is a rising pastor. പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൻ ഉയരുന്ന ശുശ്രൂഷകനാണ്. Daniel prayed to God. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. Psychiatrists would have told that Daniel was a classic case to be psychotic, mentally destroyed because of the childhood trauma he went through, ultimately being sold as a slave. മനഃശാസ്ത്രം ഒരുപക്ഷെ ഇങ്ങനെ പറയും, തന്റെ ബാല്യകാലത്തിലുണ്ടായ വ്യക്തിപരമായ ജീവിത വേദന അനുഭവങ്ങളിലൂടെ വന്ന ഒരു ബാലകൻ എന്നുള്ള നിലയിൽ മാനസിക പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ഒരു ബാലകനാണെന്ന് മനഃശാസ്ത്രം ഒരുപക്ഷെ പറഞ്ഞേക്കാം. എന്നാൽ ദൈവവചനം പറയുന്നത്, he was wiser than the people of the local town. ആ ലോക്കൽ ടൗണിലെ ആളുകളെക്കാൾ ജ്ഞാനിയായിരുന്നു, വിവേകമുള്ളവനായിരുന്നു ദാനിയേൽ എന്ന് ദൈവവചനം പറയുന്നു. Your past may still be in your memory, but your past cannot control you. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഓർമ്മയിൽ പഴയകാല വേദനകൾ കണ്ടേക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ആ വേദനകൾ പഴയകാലത്തിന് ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. When you pray, God will control your future. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി ദൈവം നിയന്ത്രിക്കുവാനിടയായിത്തീരും. Your past cannot control your future. നിങ്ങളുടെ പഴയകാലം, നിങ്ങളുടെ ഭൂതകാലം, നിങ്ങളുടെ ഭാവി കാലത്തെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. God will control your future. ദൈവം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കാനിടയായിത്തീരും. The Bible says, ദൈവവചനം പറയുന്നു, this fellow became the prime minister above every other minister next to the king. രാജാവിന് ശേഷമുള്ള പദവി, പ്രധാനമന്ത്രി പദവി വരെ ഈ ദാനിയേൽ എത്തുന്നതായി ദൈവവചനം പറയുന്നു. Immediately all the people got together to destroy him. പെട്ടെന്ന് ആളുകൾ എല്ലാവരും കൂടി ദാനിയേലിനെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. If you want enemies, നിങ്ങൾക്ക് ശത്രുക്കൾ ആവശ്യമാണെങ്കിൽ don't have to do anything wrong. നിങ്ങൾ വേറെ ഒരു തിന്മയും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. The blessing of God will create enemies against you. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. Sometimes we think, oh, maybe I did something wrong, that's why I have enemies. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമുക്ക് ഇത്രയും ശത്രുക്കൾ ഉള്ളത് ഞങ്ങൾ എന്തെങ്കിലും ദോഷം ചെയ്തത് കൊണ്ടാണെന്നാണ്. No. അങ്ങനെയാകാൻ വഴിയില്ല. Enemies are not a proof of your mistake, but enemies are a proof of his blessings. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ട് മാത്രമാകണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കൾ സ്വതവേ ഉണ്ടായി വരികയാണ്. Joseph had a dream and he had enemies. ജോസഫിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ശത്രുക്കളും ഉണ്ടായിരുന്നു. David had an anointing and he had enemies. ദാവീദിന് അഭിഷേകം ഉണ്ടായിരുന്നു, ശത്രുവും ഉണ്ടായിരുന്നു. If you have the grace of God on your life, enemies are a reality of life. നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ സാധാരണയായി ശത്രുക്കൾ സ്വതവേ നിങ്ങൾക്കുണ്ടാകുകയാണ്. Don't do mistakes and create enemies. നിങ്ങൾ തെറ്റ് ചെയ്ത് ദോഷം ചെയ്ത് ശത്രുക്കളെ നിങ്ങൾ ഉണ്ടാക്കരുത്. But anyway, God's blessings might surround you with people who are envious of you. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളോട് അസൂയ പൂണ്ട ആളുകൾ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും. And the Bible says, ദൈവത്തിന്റെ വചനം പറയുന്നത്, they got together and schemed against him. അവർ ഒരുമിച്ച് കൂടി ദാനിയേലിനെതിരെ ദോഷം നിരൂപിക്കുകയാണ്. Sometimes you suffer not
because of your mistakes, but because of somebody else's mistake or plan. നിങ്ങൾ ചില സമയത്ത് ദോഷം അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത് നിങ്ങളുടെ ദോഷം കൊണ്ടായിരിക്കണമെന്നില്ല, മറ്റുള്ള വ്യക്തികളുടെ പദ്ധതി മൂലമായിരിക്കാനും വഴിയുണ്ട്. And the Bible says ദൈവവചനം പറയുന്നത് they got together against him. ദാനിയേലിനെതിരെ ഈ സമൂഹം ഒന്നിച്ചു കൂടുകയാണ്. Sometimes churches feel like that. ചില സമയത്ത് സഭകൾ അങ്ങനെ അഭിമുഖീകരിക്കാൻ, അതിന് അങ്ങനെയുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. Sometimes pastors feel like that. ചില സമയത്ത് ശുശ്രൂഷകന്മാർ അത്തരം അനുഭവങ്ങളിലൂടെ പോകാറുണ്ട്. Sometimes your family feels everybody is turning against you. ചില സമയത്ത് നിങ്ങളുടെ കുടുംബം ഇങ്ങനെ ചിന്തിക്കും, എല്ലാവരും എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന്. God's blessings will put you in a place where others want to take pot shots at you and attack you. നിങ്ങളെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു സ്ഥലത്ത് ഉയർത്തിയിരുത്തിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അതിനെ പിടിക്കാനും വിഘടിപ്പിക്കാനും സാധ്യതകൾ നോക്കി നിങ്ങൾക്കെതിരെ വരും. But if God raised you up, he knows to keep you up. എന്നാൽ ദൈവമാണ് നിങ്ങളെ ഉയർത്തിയതെങ്കിൽ അവിടെ നിലനിർത്താൻ എന്റെ ദൈവത്തിന് അറിയാം. If money raised you, it can drop you. നിങ്ങളെ പണമാണ് ഉയർത്തിയതെങ്കിൽ ആ പണത്തിന് തന്നെ നിങ്ങളെ താഴെ ഇടുവാൻ If കഴിയും. your abilities raise you, a lack of abilities can weaken you. നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളെ ഉയർത്തിയതെങ്കിൽ മറ്റൊരു തലത്തിൽ നിങ്ങളുടെ കഴിവുകേടുകൾ നിങ്ങളെ താഴെയിടും. If your friends raise you, they can sometimes drop you. നിങ്ങളുടെ സുഹൃത്തുക്കളാണ് നിങ്ങളെ ഉയർത്തിയതെങ്കിൽ അവർക്ക് തന്നെ നിങ്ങളെ താഴെയിടുവാൻ കഴിയും. But if my God raises you up, എന്നാൽ എന്റെ ദൈവമാണ് നിങ്ങളെ ഉയർത്തിയതെങ്കിൽ, when my God raises you up, എന്നാൽ എന്റെ ദൈവമാണ് നിങ്ങളെ ഉയർത്തിയതെങ്കിൽ, when the God of Israel raises you up, ഇസ്രായേലിന്റെ ദൈവമാണ് നിങ്ങളെ ഉയർത്തിയതെങ്കിൽ, oh, he's a God over his word. ഈ ലോകത്തിന്റെ ദൈവമായ യഹോവയാണവൻ. He's a God of his word. അവൻ വാക്ക് പറയുന്നതും വാക്ക് പാലിക്കുന്ന ദൈവമാണ്. He will keep his promise. അവൻ തന്റെ വാഗ്ദത്തം നിലനിർത്തുക തന്നെ ചെയ്യും. He will keep you up. അവൻ നിങ്ങളെ അവന്റെ കയ്യിൽ വഹിക്കും, ഉയർത്തി നിർത്താം. The Bible says ദൈവവചനം പറയുന്നത് they schemed against Daniel. ദാനിയേലിനെതിരെ അവർ പദ്ധതി ഒരുക്കുകയാണ്. And Daniel knew about it. ദാനിയേൽ ആ വിവരം അറിയുന്നു. But Daniel never reacted. ദാനിയേൽ അവർക്കെതിരെ ആയുധമെടുക്കാൻ പോയില്ല. You see, it doesn't matter what the devil does against you, what the enemies do against you. It is your choice. It is within your power on how you want to respond, on how you choose to react. ദൈവമക്കളെ, ശത്രുക്കൾ എങ്ങനെ നിങ്ങൾക്കെതിരെ പദ്ധതി ഒരുക്കിയാലും ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ്, നിങ്ങളുടെ ചിന്തയിൽ പെട്ടതാണ് എങ്ങനെ അതിനോട് പ്രതികരിക്കണമെന്ന്. Reaction is your responsibility. പ്രതികരണം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. Daniel decided not to react. ദാനിയേൽ തീരുമാനിച്ചു ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. He continued to pray. പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. He continued to seek God. ദാനിയേൽ ദൈവമുഖം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. They passed the rule അവരൊരു നിയമം പാസാക്കി. that Daniel should be put in the lion's den for seeking God Almighty. ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് ദൈവത്തെ വിളിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാൻ തീരുമാനിക്കുകയാണ്. I studied about that lions. ആ സിംഹത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. I read about those lions. ആ സിംഹങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. Babylon was the first country in the world history that used lions in warfare. ലോക ചരിത്രത്തിൽ ആദ്യമായി സിംഹങ്ങളെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു രാജ്യമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. All the countries in the Middle Eastern region would use camels and horses and donkeys. മധ്യപൂർവ്വ ദേശങ്ങളിലുള്ള രാജ്യങ്ങളെല്ലാം ഒട്ടകങ്ങളെയും കഴുതകളെയും കുതിരകളെയുമാണ് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നത്. In African nations and parts of Asia, they used elephants in warfare. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയുടെ ഒരു ഭാഗത്തും ആനകളെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. But Babylon was the only country that began using lions in warfare. എന്നാൽ സിംഹങ്ങളെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയ ആദ്യത്തെ രാജ്യമെന്ന് പറയുന്നത് ബാബിലോണാണ്. And Babylon at the time of Daniel had more than 1,000 ferocious, large
African lions that were maintained in the Babylonian care. ബാബിലോണിലുള്ള സിംഹക്കുഴികളിൽ സൂക്ഷിച്ചിരുന്ന 1000-ലധികം ക്രൂരന്മാരായ വലിയ സിംഹങ്ങൾ ബാബിലോണില് ദാനിയേലിന്റെ കാലത്തുണ്ടായിരുന്നു. These are not small little lions that are starving half the time like we see in some national parks because they don't get enough food. നമ്മുടെ പാർക്കുകളിൽ സാധാരണ കാണുന്നത് പോലെ വിശന്നു കിടക്കുന്ന ചെറിയ സിംഹക്കുട്ടികളോ സിംഹങ്ങളോ അല്ല ഇത്. These are large ferocious animals, beasts of warfare. വലിയ ക്രൂരന്മാരായ ശക്തരായ യുദ്ധത്തിന് തന്നെ പങ്കെടുപ്പിക്കുവാൻ സാഹചര്യങ്ങളുള്ള സിംഹങ്ങളാണിത്. And Babylon would give capital punishment to people as throwing them into the lion's den to make sure that there was enough food for the lion. നമ്മുടെ രാജ്യത്ത് വധശിക്ഷ വിധിക്കുന്നത് പോലെ ഒരു ആത്യന്തികമായ ഒരു ശിക്ഷാവിധി ഒരു മനുഷ്യന് വിധിക്കുമ്പോൾ ബാബിലോണിൽ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള സിംഹങ്ങളുടെ കുഴിയിലേക്ക് മനുഷ്യരെ അവരുടെ വിശപ്പിനായിട്ട് ഇട്ടുകൊടുക്കുകയാണ്. These are dangerous lions of over 1000 in one particular den. ഒരു സിംഹക്കുഴിയിൽ 1000-ഓളം വരുന്ന സിംഹങ്ങൾ, ക്രൂരരായ ഉപദ്രവകാരികളായ സിംഹങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത്. And the Bible says ദൈവവചനം പറയുന്നത് they decided to throw the Daniel the prophet in the lion's den. പ്രവാചകനായ ദാനിയേലിനെ ഈ സിംഹക്കുഴിയിലേക്ക് ഇടുവാനായിട്ട് തീരുമാനിക്കുകയാണ്. Sometimes it will look like your problems are historic and bigger than what you can handle. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനും നിങ്ങളുടെ ബലത്തിനും അപ്പുറമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങളെന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നുവാൻ സാഹചര്യമുണ്ട്. Sometimes what comes against you has no parallel and you don't even have an example that you can look to. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് ഒരു ഉദാഹരണം മറ്റൊരു തലത്തിൽ പറയാൻ പോലും കഴിയാതെ അതിനപ്പുറത്ത് നിങ്ങളുടെ ചിന്തകൾക്കും ആലോചനകൾക്കും അപ്പുറത്തുള്ള വിഷയങ്ങളായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. And Daniel came to know there is a writing against him. ദാനിയേൽ തിരിച്ചറിഞ്ഞു ദാനിയേലിനെതിരെ ഒരു എഴുത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന്. He came to know it is signed against him. അത് തനിക്കെതിരെ എഴുതി രാജാവിന്റെ കൽപ്പനയാണ് എന്ന് ദാനിയേൽ തിരിച്ചറിയുകയാണ്. And Daniel knew now there is no option. മറ്റൊരു പദ്ധതി ഇല്ല, മറ്റൊരു വഴിയില്ല എന്ന് ദാനിയേൽ തിരിച്ചറിയുകയാണ്. He realized I'm going to be put to death tonight. ഇന്ന് രാത്രി എന്റെ ജീവൻ എടുക്കപ്പെടും, സിംഹങ്ങൾ കിട്ടുകൊടുക്കുമെന്നുള്ള തിരിച്ചറിവ് ദാനിയേലിനുണ്ടാകുകയാണ്. If the doctor tells somebody that you have 3 more months to live, your tumor is metastasizing and a carcinoma that can't be treated, we know the panic people go through. നിങ്ങൾക്ക് ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തെ ഹനിക്കുന്ന ഒരു രോഗമുണ്ടെങ്കിൽ ഇനി 3 മാസമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വൈദ്യൻ ഡോക്ടർ പറഞ്ഞാൽ എന്തുമാത്രം ഭയം നിങ്ങളുടെ ഉള്ളിൽ ഉളവാകുവാൻ ഇടയായിത്തീരും. Daniel comes to know that tonight I am going to be killed in the lion's den. എന്നാൽ ദാനിയേൽ തിരിച്ചറിയുന്നു ഇന്ന് രാത്രി സിംഹത്തിന്റെ കുഴിയിൽ എന്റെ ജീവിതം അസ്തമിക്കുവാനായി പോവുകയാണ്. He didn't call for a prayer meeting. ഒരു പ്രാർത്ഥനാ കൂട്ടത്തെ ദാനിയേൽ വിളിച്ചു വരുത്തിയില്ല. He had his friends Shadrach, Meshach, Abednego. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ സുഹൃത്തുക്കളൊക്കെ ദാനിയേലിനുണ്ട്. I don't read in the Bible about he calling people for prayer. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവരെ എല്ലാവരെയും കൂട്ടി പ്രാർത്ഥിക്കാൻ ദാനിയേൽ തുനിഞ്ഞതായി ബൈബിളിൽ നാം വായിക്കുന്നില്ല. Maybe he called them for prayer. He probably did that. ഒരുപക്ഷേ അവരെ വിളിച്ചു കാണും, അവരുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു കാണും. But the Bible says എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് he went to his house, അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി, opened the windows towards Jerusalem, യെരുശലേമിലേക്കുള്ള കിളിവാതിലുകൾ ദാനിയേൽ തുറക്കുകയാണ്. and prayed as usual. ആ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. ദാനിയേലേ, why did you open the windows towards Jerusalem? എന്തുകൊണ്ടാണ് യെരുശലേമിലേക്കുള്ള കിളിവാതിലുകൾ നീ തുറന്നിട്ടത്? Daniel will tell you, ദാനിയേൽ ഇപ്രകാരം പറയും, I don't want a vision of lions in my face. എന്റെ മുഖത്ത്, എന്റെ കണ്ണുകളിൽ സിംഹങ്ങളുടെ ചിത്രം എനിക്ക് ആവശ്യമില്ല. I don't want the vision of death in my life. എന്റെ കണ്ണിന് മുമ്പിൽ മരണം എനിക്ക് കാണണ്ട. I want to see the promise and the vision that God gave me for Jerusalem is what I'm going to hold on to. യെരുശലേമിനെ കുറിച്ച് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തവും ദൈവത്തിന്റെ പദ്ധതിയും എനിക്ക് കാണേണ്ടതായിട്ടുണ്ട്. Hallelujah. Hallelujah. It doesn't matter what the enemy is preparing against you. Keep your vision on what God has prepared for you. നിനക്കെതിരെ ശത്രു എന്തു ചെയ്യുന്നു എന്ന് നോക്കേണ്ടെന്ന് ആവശ്യമില്ല. ദൈവം തന്ന ദർശനം, ദൈവം തന്ന വാഗ്ദത്തം, അതിലേക്ക് ദൈവസഭ ഇന്ന് രാത്രി നോക്കട്ടെ. Hallelujah.
Hallelujah. Hallelujah. Don't allow your vision to be distracted by what the enemy can do. Let the windows of your soul be open towards the promises of God and what he can do and what he promised to do. ശത്രു നിനക്കെതിരെ ഒരുക്കിയിരിക്കുന്ന കെണിയുടെ വലിപ്പം കാണാനല്ല നിന്റെ കണ്ണുകൾ തുറക്കേണ്ടുന്നത്. ദൈവം നിനക്കായിട്ട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം യെരൂശലേമിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിൽ പോലെ നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി അത് കാണാൻ, അത് ദർശിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. എനിക്കങ്ങ് മലയാളത്തിൽ പറയാൻ വരുന്നു, ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിന്റെ ദർശനമായി നീ വെച്ചുകൊണ്ട് ഏത് ശത്രുവും, ഏത് അപവാദിയും, ഏത് നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളും പറയുന്നത് നിന്റെ ദർശനമാക്കരുത്. വാഗ്ദത്തം, his promises are your delight. Are your delight. His promises are your delight. Amen. Say that, my brother. Yeah. His promises ദൈവത്തിന്റെ are our വാഗ്ദത്തങ്ങൾ delight. നമ്മുടെ സന്തോഷമാണ്. Hallelujah. Hallelujah. His promises are our delight. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ സന്തോഷമാണ്, ആനന്ദമാണ്. Don't let your fear control you. നിങ്ങളുടെ ഭയത്തെ നിങ്ങളെ നയിക്കാൻ അനുവദിക്കരുത്. Don't let your fear and anxiety control you. നിങ്ങളുടെ ഭയവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങളും നിങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. Don't let your pain control you. നിങ്ങളുടെ വേദന നിങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. Maybe you went through pain because somebody that you really loved hurt you and insulted you and deceived you and betrayed you. ഒരുപക്ഷേ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ചിരിക്കാം, നിങ്ങളെ ഒറ്റുകൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേദന തന്നിരിക്കാം. ആ മുറിവുകൾ ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം. Maybe as a child you went through abuse and torture and trauma. As a child you went through things that you cannot correct today because they are in the past. നിങ്ങളുടെ ബാല്യകാലത്തിൽ നിങ്ങൾ കടന്നുപോയ ജീവിത വൈതരണികൾ ഉണ്ടാകാം, പ്രതീക്ഷകൾ അറ്റുപോയ സാഹചര്യങ്ങൾ ഉണ്ടാകാം, ഹൃദയത്തിന് വേദനയോ മുറിവുകളോ ഇപ്പോഴും നിലനിൽക്കുന്നതും ഉണ്ടാകാം. അത് തിരുത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. Rejections of the past cannot be healed. പഴയകാലത്തെ തഴയപ്പെടലുകൾ നിങ്ങൾക്ക് വീണ്ടും അതിനെ മറികടക്കാൻ ഒരു പക്ഷേ You cannot heal them going back to the past. പഴയ കാലത്തിലേക്ക് പോയി അതിനെ സൗഖ്യം കൊണ്ടുവരുവാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരത്തില്ല. But there's one thing you can do. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. You can open your windows towards God's promises. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് ആ കിളിവാതിലുകൾ നിങ്ങൾക്ക് തുറക്കാനായിട്ട് കഴിയും. Hallelujah. Hallelujah. Shut the vision of the lion's den. സിംഹങ്ങളുടെ കുഴിയിലുള്ള സിംഹത്തിന്റെ ദർശനത്തെ നമുക്ക് അടയ്ക്കാം. Open the windows towards Jerusalem. യെരൂശലേമിലേക്കുള്ള കിളിവാതിലുകൾ നമുക്ക് തുറക്കാം. How many follow what I am preaching? ഞാൻ പ്രസംഗിക്കുന്ന വചനം എത്ര പേര് പിൻപറ്റുന്നുണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട്? I can see many of you clapping. Go ahead, give God a mighty big hand of praise. നിങ്ങൾ കൈയടിക്കുന്നത് കാണുന്ന ഒരു പ്രാവശ്യം കൂടി കരങ്ങൾ അടിച്ച് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താം. No lion in the vision. നമ്മുടെ ദർശനത്തിൽ സിംഹങ്ങൾ ഉണ്ടാകരുത്. No promises of the enemy in the vision. ശത്രു നിനക്കെതിരെ കൊണ്ടുവരുന്ന ഒരു ചിന്തയും നിങ്ങളുടെ ദർശനത്തിൽ ഉണ്ടാകരുത്. Your vision is about what God promised. ദൈവം എന്ത് പറഞ്ഞോ, ദൈവത്തിന്റെ വാഗ്ദത്തം എന്തോ അതായിരിക്കണം നിങ്ങളുടെ ദർശനം. Because the vision has an appointed time. എന്ന കാരണം ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ്. And it will come to pass. അത് വരിക തന്നെ ചെയ്യും. It will not delay. അത് താമസിക്കത്തില്ല. It will surely happen. അത് തീർച്ചയായും വരും. It will happen in Babylon. It will happen in Jerusalem. It will happen in South Korea. It will happen in South India. It will happen in North India. It will happen all over where there is a Daniel that prays. ദൈവത്തിന്റെ വാഗ്ദത്തം അത് ബാബിലോണിൽ നടക്കും, ജെറുസലേമിൽ നടക്കും, സൗത്ത് കൊറിയയിൽ നടക്കും, ലോക രാജ്യങ്ങളിൽ നടക്കും, സൗത്ത് ഇന്ത്യയിൽ നടക്കും, ഈ കോട്ടയത്തും നടക്കും. Hallelujah! Hallelujah! God's promise should be your vision. നിങ്ങളുടെ ദർശനം ദൈവത്തിന്റെ വാഗ്ദത്തമായിരിക്കണം. Once somebody asked me, എന്നോട് ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, why do you scream
when you preach? നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അലറി പറയുന്നത്? I asked him, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, when Indian cricketer hits the ball, why do you scream? ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ ഒരു പന്ത് അടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ കൂവുന്നത്? Praise the Lord. When that Argentinian football player kicks the football, why do you jump? അർജന്റീന കളിക്കാരൻ ഫുട്ബോൾ തട്ടുമ്പോൾ ഒരു ഗോൾ അടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ തുള്ളിച്ചാടുന്നേ? നിന്റെ ബോൾ അല്ല, നിന്റെ ഗ്രൗണ്ട് അല്ല, നിന്റെ ജയമല്ല. It is not your ball, it is not your ground, it is not your victory. But the gospel I preach എന്നാൽ is ഞാൻ my Jesus. പ്രസംഗിക്കുന്ന സുവിശേഷം, Hey, it did not end with the grave. അത് ശവക്കോട്ട കൊണ്ട് അവസാനിക്കുന്ന സുവിശേഷമല്ല. He came out alive. ജീവനോടെ പുറത്തു വന്ന സുവിശേഷമാണ്. He is a promise keeping God. വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. Let that be your vision. ദർശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. God will fulfill your vision. ദൈവം നിങ്ങളുടെ ദർശനത്തെ സാക്ഷാത്കരിക്കും. Hallelujah. 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 I feel Acts chapter 2 is going to happen here again. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വീണ്ടും ഇവിടെ നടക്കാനായിട്ട് പോവുകയാണ്. Hallelujah. 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 Some people may think you are drunk with wine, but God knows He's pouring a new vision that will reach the ends of the earth. ചില ആളുകൾ ചിന്തിക്കും നിങ്ങൾ പുതുവീഞ്ഞു കുടിച്ചിരിക്കുകയാണെന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ വാഗ്ദത്തം ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവം ഒഴിക്കുകയാണ്. Hallelujah. 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 Let a praying generation of Daniels rise up. പ്രാർത്ഥിക്കുന്ന തലമുറ ദാനിയേലിന്റെ കാലത്തെ പോലെ എഴുന്നേൽക്കട്ടെ. Generation that will keep windows to Jerusalem open. യെരൂശലേമിലേക്ക് കിളിവാതിൽ തുറക്കുന്ന തലമുറ കോട്ടയത്ത് എഴുന്നേൽക്കട്ടെ. Heaven and earth may pass away, but His word will never pass away. ഈ ലോകവും ആകാശവും മാറിപ്പോകും, എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വചനം മാറിപ്പോകത്തില്ല. It will be fulfilled. അത് It will be പൂർത്തീകരിക്കപ്പെടുക. fulfilled. അത് It പൂർത്തീകരിക്കപ്പെടുക. will be fulfilled. അത് വാഗ്ദത്തം നിവർത്തിക്കുക. It will be fulfilled. അത് നിവർത്തിക്കപ്പെടും. In your life, നിങ്ങളുടെ it will be ജീവിതത്തിൽ, fulfilled. നിങ്ങളുടെ In ജീവിതത്തിൽ, your family, നിങ്ങളുടെ it കുടുംബത്തിൽ will be fulfilled. അത് നിവർത്തിക്കപ്പെടും. In your future, നിങ്ങളുടെ ഭാവി it will be അത് fulfilled. നിവർത്തിക്കപ്പെടും. Show me your vision and I'll show you your future. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ദർശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. God will fulfill. ദൈവം അത് നിവർത്തിക്കും. He will fulfill. അവൻ അത് നിവർത്തിക്കും. Because it's not by might. കാരണം അത് ശക്തിയാലുള്ള കാര്യമല്ല. It is not by money. അത് പണത്താൽ നേടുന്ന കാര്യമല്ല. It is not by friendships. അത് സുഹൃത്ത് വലയത്താൽ ലഭിക്കുന്ന കാര്യമല്ല. It is by His Holy Spirit. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. It will happen. അത് സംഭവിക്കും. God's promise for you will be fulfilled. നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. 2025, I pray in the name of Jesus, is a year of celebration, hope of what God is going to do. ദൈവം ചെയ്യാൻ പോകുന്ന ആ പ്രതീക്ഷയുടെയും ഒരു ആഘോഷത്തിന്റെയും വർഷമാണ് 2025. If there is no one to prophesy over you, you prophesy over your dry bones the vision that God has kept in your life. നിങ്ങളുടെ മേലിൽ ഒരു പ്രവചനം പറയാൻ ആരുമില്ലെങ്കിലും നിങ്ങളുടെ ദർശനത്തെ നോക്കി, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നോക്കി നിങ്ങൾ തന്നെ പ്രവചിക്കൂ. നിനക്ക് വേണ്ടി പ്രവചിക്കുവാൻ ആരുമില്ലെങ്കിൽ നീ ആയിരിക്കുന്ന അസ്ഥിത്താഴ്വരയിൽ നീ പ്രവചിക്കുക. എന്റെ ദൈവം അടിപ്പിക്കുവാൻ ശക്തനത്രേ. Yes, hallelujah. My God is a God of the wind. കാറ്റിന്റെ ദൈവമാണ് നമ്മുടെ My ദൈവം. God is a God of quaking the earth. ഭൂമിയെ കുലുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Hallelujah. 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 When this battle is over, you will be waving the flag of victory because every promise He made will
will be fulfilled. നിങ്ങൾ ഈ യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ വിജയത്തിന്റെ കൊടി നിങ്ങൾ പാറിക്കുന്നവരായിരിക്കും. കാരണം വാഗ്ദത്തം നിവർത്തിക്കുന്നത് നമ്മുടെ ദൈവമാണ്. Hey, the spiritual temperature of Kottayam is going up. ഈ കോട്ടയത്തിന്റെ ആത്മീക താപനില ഉയർന്നു വരികയാ. കൈപ്പത്തിയോളം മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. കൈപ്പത്തിയോളം മേഘം പൊങ്ങുന്നത് ഞാൻ കാണുകയാ. Hallelujah. Hallelujah. I feel stirred up in my heart. എന്റെ ഹൃദയത്തിലെ ദൈവത്തിന്റെ ഉത്തേജനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. Open the windows to Jerusalem. യെരൂശലേമിലേക്ക് നിന്റെ കിളിവാതിലുകൾ ഇന്ന് രാത്രി Open the തുറക്കുക. windows. തുറക്കുക. In your prayer, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, in your worship, നിങ്ങളുടെ ആരാധനയിൽ, in your preaching, നിങ്ങളുടെ പ്രസംഗത്തിൽ, confession of faith. നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ Open പ്രഖ്യാപനത്തിൽ the window to Jerusalem. യെരൂശലേമിലേക്ക് നിങ്ങളുടെ കിളിവാതിലുകൾ തുറക്കുക. Lion's den is a distraction. ഈ സിംഹക്കുഴി എന്ന് പറയുന്നത് ഒരു തകർച്ചയാണ്. It is just a distraction. അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിക്കളയുന്ന ഒന്നാണ്. ഇരുന്നാട്ടെ. It is just a distraction. നിങ്ങളുടെ ചിന്തകളെ, നേരെയുള്ള പോക്കിനെ, നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റിക്കളയുന്ന ഒന്നാണ് ഈ സിംഹക്കുഴി എന്ന് പറയുന്നത്. I have become a very soft preacher. Say that, Pastor. ഞാൻ ഒരു വളരെ സോഫ്റ്റ് പ്രീച്ചറായി, ഒരു പ്രസംഗകനായി തീർന്നിരിക്കുക. But tonight my heart is stirred up. എന്നാൽ ഇന്ന് രാത്രി എനിക്കൊരു പ്രത്യേക പ്രചോദനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തരുന്നുണ്ട്. Jeremiah the prophet said, it is like a fire in my bones. യിരെമ്യാവ് പറയുന്നത് എൻ്റെ അസ്ഥികൾക്കുള്ളിലെ അഗ്നി പോലെ എന്നാ പറയുന്നത്. ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം കഴിഞ്ഞ തലമുറകളിൽ കേരളത്തിൽ നിന്ന് ഒരു പറ്റം ആൾക്കാർ എഴുന്നേൽപ്പിച്ചെങ്കിൽ, another wave of revival, മറ്റൊരു ഉണർവിന്റെ കാറ്റ്, ഉണർവിന്റെ ഓളം നാം കാണുന്നു. അസ്ഥിത്താഴ്വരകളിൽ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന, അസ്ഥികൂടങ്ങളിൽ നിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന, the wind of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ആ കാറ്റ്, the wind of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ആ കാറ്റ്, wind of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആ കാറ്റ്. You speak and God will do. നിങ്ങൾ സംസാരിക്കുക, ബാക്കി ദൈവം ചെയ്തുകൊള്ളൂ. Speak the word of God. ദൈവ വചനം സംസാരിക്കുക. Speak the will of God. ദൈവത്തിന്റെ ഹിതം സംസാരിക്കുക. Speak the word of God. ദൈവത്തിന്റെ വാക്ക് സംസാരിക്കുക. Speak the plan of God. ദൈവത്തിന്റെ പദ്ധതി സംസാരിക്കുക. Don't speak your anger. നിങ്ങളുടെ ദേഷ്യം, കോപം സംസാരിക്കരുത്. Don't speak your wickedness. നിങ്ങളുടെ ചിന്താഗതികൾ മോശമായത് സംസാരിക്കരുത്. Don't speak unnecessarily. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. കേരളത്തിൽ വന്നിട്ട് അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ? നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകാതിരിക്കുവാൻ ആമേൻ. മറ്റുള്ളവരുടെ കുറ്റം പറയരുതെന്ന് Don't speak ill about others. യെശയ്യാ പ്രവാചകൻ പണ്ടേ പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ പറയണ്ട, നമുക്ക് ലോക്കൽ ആവശ്യമാണ്. God is going to use us for his glory. ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോവുകയാണ്. I feel a stirring in my spirit. എൻ്റെ ആത്മാവിൽ ഒരു പ്രചോദനം ഞാൻ ഇങ്ങനെ അനുഭവപ്പെടുന്നു. And Daniel gave thanks to God. ദൈവത്തിന് ദാനിയേൽ നന്ദി അർപ്പിക്കുന്നുണ്ട്. Daniel chapter 6 verse 10. ദാനിയേൽ പ്രവചന ഗ്രന്ഥം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ And Daniel gave thanks to God. ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ദാനിയേൽ. How do you give thanks to God when you know that tonight you are going to be dinner for the lions? സിംഹങ്ങൾക്ക് ഇന്ന് അത്താഴമാകാൻ പോകുന്ന വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവുള്ളപ്പോൾ തന്നെ എങ്ങനെ ദൈവത്തിന് നന്ദി അർപ്പിക്കാനൊക്കും? Daniel will tell you, ദാനിയേൽ പറയും, I am not thanking God for the lion. സിംഹങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത്. I am thanking God that lion is not my future. God is my future. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് സിംഹങ്ങളല്ല എൻ്റെ ഭാവി, മറിച്ച് എൻ്റെ ദൈവമാണ് എൻ്റെ ഭാവി.
Whatever he plans for me are good plans. ദൈവം എനിക്ക് വേണ്ടി പദ്ധതിയിട്ടിരിക്കുന്ന സകല കാര്യങ്ങളും നല്ല പദ്ധതിയാണ്. Because Jeremiah the prophet said, കാരണം പ്രവാചകനായ യിരെമ്യാവ് ഇപ്രകാരം പറയുന്നു, my plans for you are good plans. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ മഹത്തായ പദ്ധതികളാണ്. Plans to give you a prosperous end. നിങ്ങൾക്ക് അഭിവൃദ്ധി കൊണ്ടുവരുവാനുള്ള പദ്ധതിയാണ്. No plans to destroy you. നിങ്ങളെ നശിപ്പിക്കുവാനുള്ള പദ്ധതിയല്ല. The Lord is my shepherd. ദൈവം എൻ്റെ ഇടയനാകുന്നു. Yea, though I walk through the valley of the shadow of death, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നുപോയാലും my window will not open towards fear. ഭയത്തിലേക്ക് എൻ്റെ വാതിലുകൾ ഞാൻ തുറന്നിടത്തില്ല. My window will open towards Jerusalem. യെരൂശലേമിലേക്ക് എൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കും. He gave thanks to God. ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. And he served in an excellent way. വളരെ മനോഹരമായ നല്ല രീതിയിൽ ദാനിയേൽ സെർവ് ചെയ്യുന്നുണ്ട്. He was not in any way carrying bitterness, but he carried forgiveness. ദാനിയേൽ തന്റെ ഹൃദയത്തിലെ കയ്പ് കൊണ്ട് നടന്നില്ല, മറിച്ച് ക്ഷമാപൂർവമായി ദാനിയേൽ ആ സന്ദർഭത്തെ അഭിമുഖീകരിക്കുക. He didn't carry unforgiveness. ക്ഷമയില്ലായ്മ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല, അക്ഷമ. He carried forgiveness. ക്ഷമിക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. That's exactly what Joseph did. യോസേഫും ചെയ്തത് തന്നെയല്ലേ? When God raised him from the pit and from the prison, കുഴിയിൽ നിന്നും കാരാഗ്രഹത്തിൽ നിന്നും യോസഫിനെ ദൈവം ഉയർത്തിയപ്പോൾ he did not take revenge on Potiphar's wife. He did not take revenge on his brothers. തന്റെ സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാൻ ജോസഫ് തുനിഞ്ഞില്ല. പൊത്തിഫേറിന്റെ ഭാര്യയോടും പ്രതികാരം ചെയ്യാൻ ജോസഫ് തുനിഞ്ഞില്ല. Joseph kept the vision of God's promise even for his dry bones. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞത് അതിലേക്ക് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്റെ അസ്ഥികളെ കുറിച്ചുള്ള വാഗ്ദത്തം പോലും ജോസഫ് തന്റെ മനസ്സിൽ കരുതിയിരിക്കുന്നു. I'm going to pray with you tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. May God send a new wind of revival. ദൈവം ഇന്ന് രാത്രി തന്നെ ഒരു പുതിയ കാറ്റ്, ഒരു ഉണർവിന്റെ കാറ്റ് നിങ്ങളുടെ മേൽ അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. A fire that cannot be put off. ഒരിക്കലും കെടുക്കാൻ കഴിയാത്ത ഒരു അഗ്നി ഇന്ന് രാത്രി ഇവിടെ ദൈവം ഇറക്കട്ടെ. Let our hearts burn with that passion. ആ ഒരു ആവേശത്തോടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിറയുവാൻ, എരിയുവാൻ ഇടയായി തീരട്ടെ. A thankful spirit is excellent in whatever it does. നമ്മൾ എന്തു ചെയ്താലും ഹൃദയപൂർവ്വമായി നന്ദിയുള്ള ഹൃദയത്തോടെ ആ കാര്യം ദൈവസന്നിധിയിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. Excellence is to do the very best you can wherever God puts you. ദൈവം നിങ്ങളെ എവിടെയൊക്കെ ആക്കുന്നോ അവിടെയൊക്കെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി ശ്രദ്ധയോടെ ഏറ്റവും മനോഹരമായി ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുവാനിടയായി തീരണം. In your workplace, in your marriage, in the neighborhood where you are, where you are studying, wherever you are, a spirit of excellence is important. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ, ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, ആ മേഖലകളിലെല്ലാം ഏറ്റവും മഹത്തരമായി കാര്യങ്ങൾ ചെയ്യാൻ, എക്സലന്റ് വേയിൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇടയായി തീരണം. Attitude of gratitude leads you to a higher altitude. നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നിലവാരം ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുപോകാനായിട്ടിടയായി. Stand, let's pray together. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. We're going to seek the touch of God. ദൈവത്തിന്റെ സ്പർശനം നാം ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും പോവുകയാണ്. That God will pour out new grace and a revival in our spirit. നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ആത്മാവിൽ ഒരു പുതിയ ഉണർവും ഒരു പുതിയ കൃപയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അയക്കണം. This entire week is a week of hope, നാം a celebration of what God will do. ഈ ആഴ്ച മുഴുവൻ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതും ചെയ്തതിനും ആഘോഷിക്കുന്ന ആ പ്രത്യാശയുടെ ഒരു ഉത്സവമാണല്ലോ. May God deliver us from things that control us. നമ്മെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിടുവിക്കാനിടയായി. Maybe anger, ഒരുപക്ഷെ കോപമായിരിക്കാം, maybe unforgiveness, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവമായിരിക്കാം, maybe there is fear, ഭയമായിരിക്കാം, maybe some of us are struggling with a sickness, ഒരുപക്ഷെ രോഗത്തിൽ അടിമപ്പെട്ട വേദന അനുഭവിക്കുന്നവരായിരിക്കും. maybe it's a crisis of some kind that is
controlling you. നിങ്ങളെ നിയന്ത്രിക്കുന്ന ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ മുഖത്തുകൂടി നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കും. We are going to pray together. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് Our God is a miracle working God. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. He still opens blind eyes. അവൻ ഇന്നും കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നുണ്ട്. He still heals the lame to walk. എഴുന്നേൽക്കാൻ കഴിയാത്തവർക്ക് മുടന്തരെ ദൈവം ഇന്ന് രാത്രി ഇന്നും എഴുന്നേൽപ്പിക്കുന്നുണ്ട്. He is a miracle working God. നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. If it's okay with you, lift your hands to Jesus. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്താമോ? Heavenly Father, സ്വർഗീയ പിതാവേ, tonight as your servants, അങ്ങയുടെ ദാസൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി we speak your healing upon your people. അങ്ങയുടെ ജനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ സൗഖ്യം പ്രഖ്യാപിക്കുകയാണ്. Every controlling powers be broken in Jesus' അവരെ name. നിയന്ത്രിക്കുന്ന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അറുക്കപ്പെടട്ടെ. Every bondage be destroyed in the name of Jesus. അവരെ കെട്ടുന്ന എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. As it is written in the word of God. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. And the yoke shall be destroyed because of the anointing. അഭിഷേകത്താൽ സകല നുകവും തകർക്കപ്പെടുമെന്ന് അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. We thank you for that unusual touch of your spirit. അസാധാരണമായ ദൈവശക്തിയുടെ സ്പർശനത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയാണ്. We thank you for nothing is impossible with you. അങ്ങയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ലാത്തതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. We thank you, Lord, for your healing presence. അങ്ങയുടെ ഹീലിംഗ്, അങ്ങയുടെ സൗഖ്യത്തിന് ഞങ്ങൾ ഇന്ന് രാത്രി നന്ദി പറയുകയാണ്. Let that blanket of your mercy flow upon everybody. ഈ ജനത്തിന്റെ മുകളില് അങ്ങയുടെ കരുണയുടെ പുതപ്പ് അങ്ങ് അണിയിക്കുമാറാകണമേ. Thank you for you are a merciful God. കർത്താവേ, അങ്ങ് ആർദ്രതയുള്ള ഒരു ദൈവമാകിയാൽ, കരുണയുള്ള ദൈവമാകിയാൽ അങ്ങയ്ക്ക് നന്ദി കർത്താവേ. You are the God of Daniel. അങ്ങ് ദാനിയേലിന്റെ ദൈവമാണ്. We thank you. നന്ദി കർത്താവേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Go ahead, give God a big hand of praise. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.